ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കോടതിയാണ്. അങ്ങനെ ചന്ദ്രബോസ് പറഞ്ഞതിന് പ്രകാരം സുസ്മിതയുടെ കയ്യിൽ വിലങ്ങണിക്കുകയാണ് വനിതാ പോലീസ്. തുടർന്ന് അറസ്റ്റ് ചെയ്തതിൻ്റെ കോർട്ട് ഓർഡർ വാങ്ങിക്കൊണ്ട് ചന്ദ്രബോസ് പുറത്തേക്ക് വന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, പോകുന്നതിന് മുമ്പ് എനിക്ക് അവരോടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചിറ്റപ്പ. അങ്ങനെ സുസ്മിത അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രോഹിത് സുസ്മിതയുടെ മുമ്പിൽ കയറി നിൽക്കുകയാണ്. എന്താടാ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചന്ദ്രബോസ് ചോദിക്കും. അത് പിന്നെ എൻ്റെ ഭാര്യ ഒരു വിനോദയാത്രയ്ക്ക് പോവുകയല്ലേ, മംഗളാശംസകൾ നേരാമെന്ന് കരുതി വന്ന് നിന്നതാണെന്ന് രോഹിത് പറയുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രബോസ് ദേഷ്യത്തോടെ രോഹിതിനെ തല്ലാനൊരുങ്ങും. അങ്ങോട്ടേക്ക് വരുന്ന ശ്രീരഞ്ജിന് പറയുകയാണ്, കയ്യാങ്കളിയൊന്നും ഇവിടെ വേണ്ട ചന്ദ്രബോസേ, നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ചയുണ്ട്. അതെന്തിനാണെന്ന് തനിക്ക് നന്നായി തന്നെ അറിയാം. പിന്നെ രോഹിത് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. എൻ്റെ അമ്മയുടെ ആത്മാവിന് ഇപ്പോൾ സന്തോഷമായി കാണുമെന്നും രോഹിത് പറയുന്നു. തുടർന്ന് സുസ്മിത പറയുകയാണ്, എന്താണെങ്കിലും ഇവന് പറയാനുള്ളത് പറയാമെങ്കിൽ എനിക്ക് പറയാനുള്ളതും പറയാമല്ലോ. അതിനെന്താ സുസ്മിതേ, നീ പറഞ്ഞോളാൻ ശ്രീരഞ്ജിനി പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എവിടെയോ എനിക്കൊന്ന് പാളിപ്പോയി. അത് എന്താണെന്നായിരിക്കും ഞാൻ ജയിലിൽ കിടന്ന് ഇനി ചിന്തിക്കാൻ പോകുന്നത്. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് വന്നിട്ട് സുസ്മിത പറയുകയാണ്, നീ എന്താണെങ്കിലും ജയിച്ചെന്നൊന്നും കരുതണ്ട. ഉറക്കമില്ലാത്ത രാത്രികളാ നിനക്കിനി വരാൻ പോകുന്നത്. നീ നെഞ്ചു പൊട്ടിക്കരയാൻ കിടക്കുന്നതേ ഉള്ളൂ. ചത്ത പോലെ ഒരു ജീവിതമായിരിക്കും ഇനി നിന്റെ മുന്നിലുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സുസ്മിത പറയുകയാണ്, വിഷ്ണുവേട്ടാ, നമുക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്, ഇത്രയും കഷ്ടപ്പെട്ടത്. ഇത് കേൾക്കുന്ന വിഷ്ണു ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുമ്പോൾ ശാലിനിക്ക് നേരെ നിന്നിട്ട് സുസ്മിത പറയുകയാണ്, നീ ജയിച്ചെന്ന് കരുതണ്ട, നീ തോൽക്കാൻ കിടക്കുന്നതേയുള്ളൂ. അത്രയും പറഞ്ഞിട്ട് സുസ്മിത ചന്ദ്രബോസിന്റെ ഒപ്പം പോവുകയാണ്. ജീപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് സുസ്മിത പറയുകയാണ്, ചിറ്റപ്പ എന്തും സഹിക്കാം, പക്ഷേ വിജയഭാവത്തിലുള്ള ആ ശാലിനിയുടെ മുഖം മാത്രം എനിക്ക് കണ്ടു നിൽക്കാനാകുന്നില്ല. അവളെ എന്നേക്കുമായി തളർത്തും വിധം എന്തെങ്കിലും ചെയ്യണം. മോള് പറഞ്ഞാൽ മതി, എന്താന്ന് വെച്ചാൽ ചിറ്റപ്പൻ ചെയ്തോളാം. ശാരദമ്മ വഴിയാണ് അവളെ തളർത്തേണ്ടതെന്ന് സുസ്മിത പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചിറ്റപ്പൻ നോക്കിക്കോളാമെന്ന് ചന്ദ്രബോസും പറയുന്നു. അങ്ങനെ സുസ്മിതയെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുമ്പോൾ പ്രീതി ചോദിക്കുകയാണ്, എന്നാലും അവൾ എന്താകും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അത് ജയിലിലേക്ക് പോകുന്ന എല്ലാ പ്രതികളും അങ്ങനെ തന്നെയാ പറയുന്നതെന്ന് അർജുൻ പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ശാലിനി മനസ്സിൽ പറയുകയാണ്, ഒന്നും കാണാതെ സുസ്മിത അങ്ങനെ പറയില്ല. അവള് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് ശാലിനി രാഘവൻ നായരെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. പൊന്നിയോട് പറഞ്ഞ് ഭാമയ്ക്ക് മധുരം നൽകിക്കൊണ്ട് രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതയ്ക്ക് 6 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഭാമയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് ഭാമ അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, നീ എവിടേക്കാ ഭാമയെ പോകുന്നത്? നിന്റെ വിധിയൊന്നും തീർപ്പാക്കാമെന്ന് നീ കരുതണ്ട, അതിനിവിടെ കോടതിയൊക്കെ ഉണ്ട്. അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസിനെയും സുസ്മിതയുമാണ്. എന്താ സുസ്മിതേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അതിനിപ്പോ ഞാൻ മലേഷ്യ സിംഗപ്പൂർ ട്രിപ്പ് പോവുകയല്ലോ. എന്റെ സുസ്മിതേ, നീ ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആ ജയിൽ വാർഡനെ എന്റെ ഉറ്റ സുഹൃത്താണ്. നിനക്കൊരു കുറവും വരുത്താതെ അവരവിടെ നോക്കിക്കോളും. അവരാണ് ആ ജയിലിലെ ചക്രവർത്തി. നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ പറയുന്നത് പോലെ അവർ നിനക്ക് ചെയ്തു തരുമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സുസ്മിത ഒരു പുഞ്ചിരിയോടെ ചന്ദ്രബോസിനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. രാഘവൻ നായർ ഭാമയോട് പറയുകയാണ്, നമ്മൾ ജയിൽ ശിക്ഷ വിധിച്ചാൽ അവൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജയില് അത്ര മോശമായ സ്ഥലമൊന്നുമല്ല. സുഭിക്ഷമായ ഭക്ഷണമായ ജീവിതവുമായിരിക്കും അവിടെ. നമ്മൾ കരുതുന്നത് പോലെ അവൾക്ക് അവിടെ ശിക്ഷയൊന്നും ലഭിക്കാനേ പോകുന്നില്ലെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് സത്യഭാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.